നമസ്കാരം. ക്രിപ്റ്റോ കറൻസിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി പ്രമുഖ ഇസ്ലാമിക് പണ്ഡിതന്റെ ഫത്വ. ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ മുഫ്തി മുഹമ്മദ് തഖി ഉസ്മാനി ക്രിപ്റ്റോ കറൻസി വ്യാപാരം ഇസ്ലാമിക നിയമപ്രകാരം ഹറാമാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് പാകിസ്ഥാനിൽ പുതിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസികൾ ഇസ്ലാമിക നിയമപ്രകാരം സമ്പത്തായി കണക്കാക്കാൻ കഴിയില്ലെന്നും അതിനാൽ ഇവ ഉപയോഗിച്ചുള്ള പണമിടപാടുകൾ അനുവദനീയമല്ലെന്നുമാണ് ഉസ്മാനിയുടെ പ്രഖ്യാപനം. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിനിടയിൽ ആദരിക്കപ്പെടുന്ന പണ്ഡിതനാണ് മുഫ്തി തഖി ഉസ്മാനി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മുസ്ലിം ലോകത്ത് വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പാകിസ്ഥാന് പുറത്തും വ്യാപകമായി പിന്തുടരുന്നവരുണ്ട്. ബിറ്റ്കോയിൻ, എതേറിയം, സ്റ്റേബിൾ കോയിനുകൾ തുടങ്ങിയ ഡിജിറ്റൽ ആസ്തികളുടെ മതപരമായ പദവി വ്യക്തമാക്കാൻ പാകിസ്ഥാനിലെ ക്രിപ്റ്റോ കറൻസി നിയന്ത്രണ അതോറിറ്റിയായ പാകിസ്ഥാൻ വെർച്വൽ അസറ്റ്സ് റെഗുലേറ്ററി അതോറിറ്റി പ്രമുഖ ഇസ്ലാമിക് സെമിനാരിയെ സമീപിച്ചു. റോയിട്ടേഴ്സാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കറാച്ചിയിലെ പ്രശസ്തമായ ജാമിയ ദാറുൽ ഉലൂം സെമിനാരി കഴിഞ്ഞ ജൂണിൽ പുറപ്പെടുവിച്ച ഫത്വയ്ക്ക് പിന്നാലെയാണ് സർക്കാർ ഏജൻസി വിശദീകരണം തേടി രംഗത്തെത്തിയത്. ഉസ്മാനിയുടെ പ്രഖ്യാപനം പാകിസ്ഥാനിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ആഗോളതലത്തിലുള്ള മുസ്ലിം നിക്ഷേപകർക്കിടയിൽ കടുത്ത വാദപ്രതിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. മുഫ്തി ഉസ്മാനിയുടെ വലിയ സ്വാധീനം കാരണം വിശ്വാസികളായ നിരവധി നിക്ഷേപകർ വിപണിയിൽ നിന്ന് സ്വമേധയാ പിന്മാറിയേക്കാമെന്ന് വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നു. ക്രിപ്റ്റോ ഇടപാടുകളിൽ അടങ്ങിയിരിക്കുന്ന അമിതമായ അനിശ്ചിതത്വവും ചൂതാട്ടത്തിന് സമാനമായ ഊഹക്കച്ചവടങ്ങളുമാണ് ഇതിനെ വിലക്കാൻ കാരണമായി ഫത്വ ചൂണ്ടിക്കാണിക്കുന്നത്. പലിശയോ അമിത ഊഹക്കച്ചവടങ്ങളോ അടങ്ങിയ ഇടപാടുകൾ ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഫത്വ എന്നത് ഒരു മതപരമായ വിധി മാത്രമാണ്, അല്ലാതെ സർക്കാർ വിജ്ഞാപനമോ കോടതി ഉത്തരവോ അല്ല. ഇസ്ലാമിക നിയമത്തെക്കുറിച്ചോ ദൈനംദിന ജീവിതത്തിലെ സംശയങ്ങളെക്കുറിച്ചോ യോഗ്യതയുള്ള പണ്ഡിതന്മാർ നൽകുന്ന മതപരമായ അഭിപ്രായമോ വിശദീകരണമോ ആണ് ഫത്വ. ഖുറാൻ, ഹദീസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഇത് നൽകുന്നത്. ഡിജിറ്റൽ ആസ്തികളുടെ വിപണിയായി സ്വയം മാറാൻ പാകിസ്ഥാൻ കഠിന ശ്രമം നടത്തുന്നതിനിടയിലാണ് പുതിയ മതവിധി സർക്കാരിന് തലവേദനയാകുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലും വെർച്വൽ അസറ്റ്സ് റെഗുലേറ്ററി അതോറിറ്റിയും സ്ഥാപിച്ച് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ രാജ്യം ശ്രമിച്ചു വരികയായിരുന്നു. രാജ്യത്തെ നിയമവ്യവസ്ഥ പ്രകാരം ക്രിപ്റ്റോ വ്യാപാരത്തിന് തടസ്സമില്ലെങ്കിലും മതപരമായ വിധി വിശ്വാസികളായ നിക്ഷേപകരെ ക്രിപ്റ്റോ വിപണിയിൽ നിന്ന് അകറ്റിയേക്കാമെന്നാണ് വിലയിരുത്തൽ. ഇസ്ലാമിക പണ്ഡിതന്റെ ഫത്വ പാകിസ്ഥാനിൽ ഔദ്യോഗികമായി നിയമപരമായ പ്രാബല്യമുള്ളതല്ല എങ്കിലും പാകിസ്ഥാനിലെ നിക്ഷേപകർക്കിടയിൽ മുഫ്തി തഖി ഉസ്മാനിക്കുള്ള വലിയ സ്വാധീനം വിപണിയെ ബാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നിയമപ്രകാരം ക്രിപ്റ്റോ ഇടപാടുകൾ പാകിസ്ഥാനിൽ നിരോധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും മതവിശ്വാസികളായ നിക്ഷേപകർ സ്വമേധയാ ഈ രംഗത്ത് നിന്ന് പിന്മാറാനുള്ള സാധ്യതയുണ്ട്. ഫത്വ പുറത്തു വന്നതിന് പിന്നാലെ പാകിസ്ഥാൻ, ഇന്ത്യ, UAE എന്നിവിടങ്ങളിലെ നിരവധി ചെറുകിട നിക്ഷേപകർ തങ്ങളുടെ ഡിജിറ്റൽ ആസ്തികൾ കൂട്ടത്തോടെ വിറ്റഴിക്കാൻ തുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെയും തെക്കുകിഴക്കൻ ഏഷ്യയിലെയും മറ്റ് ഇസ്ലാമിക സംഘടനകളും ഇതേ നിലപാട് സ്വീകരിച്ചാൽ ആഗോളതലത്തിൽ തന്നെ വലിയ വിറ്റഴിക്കൽ സമ്മർദ്ദം ഉണ്ടാകാമെന്ന് ക്രിപ്റ്റോ സ്റ്റാർട്ടപ്പുകൾ ഭയപ്പെടുന്നു. കൂടുതൽ പണ്ഡിതന്മാർ ഈ വിധിയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ ആഘാതം മറ്റ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ വിപണികളിലേക്കും വ്യാപിച്ചേക്കാമെന്ന് ചില ക്രിപ്റ്റോ കമ്പനികൾ മുന്നറിയിപ്പ് നൽകുന്നു. എങ്കിലും ഒരു ഫത്വ കാരണം മാത്രം ആഗോള ക്രിപ്റ്റോ വിപണിയിൽ പൊതുവായ വലിയ രീതിയിലുള്ള തകർച്ചയോ വിറ്റഴിക്കലോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രവാസികൾ അയക്കുന്ന പണത്തെ പ്രധാനമായും ആശ്രയിക്കുന്ന പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയ്ക്ക് പുതിയ ഫത്വ വലിയ തിരിച്ചടിയാണ്. പൂർണ്ണമായ നിരോധനത്തിന് പകരം കൃത്യമായ സർക്കാർ നിയന്ത്രണങ്ങളോടെ ക്രിപ്റ്റോ വിപണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പ്രായോഗികമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റ് പ്രമുഖ മതസ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ ഈ യാഥാസ്ഥിതിക നിലപാടിനോട് യോജിക്കാൻ തീരുമാനിച്ചാൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കും.